തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. പാലത്തിന്റെ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നാളെ ആരംഭിക്കും. പഴയ പാലം നിലനിർത്തി സമാന്തരമായാണ് പുതിയ പാലവും വരുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തൂതയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുന്നത്. ഇതുവഴിയുള്ള യാത്രക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു തൂതയിൽ വീതിയുള്ള പുതിയ പാലം വേണമെന്നുള്ളത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പാലം നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലത്തിന്റെ പില്ലറുകളുടെ നിർമ്മാണം പൂർത്തിയായി. പില്ലറുകളെ ബന്ധിപ്പിക്കുന്ന ഗാർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായുള്ള ഗാർഡറുകളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പഴയ പാലം നിലനിർത്തി സമാന്തരമായാണ് 12 മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തോടെ പാലം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാൽ വഴി കടത്തിവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 364 കോടിയിലധികം രൂപ ചെലവിട്ടാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് വർക്കുകളും ടാറിംഗ് പ്രവൃത്തികളും പൂർത്തീകരിച്ച് മാർച്ച് മാസത്തോടെ പാലം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.